ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ നമ്പർ 4ലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇവിടെ ഒരു ഹെമിസ്ഫിയർ ആൻഡ് സിലിണ്ടർ കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഹെമിസ്ഫിയർ ഓഫ് ഡയമീറ്റർ 70 mm ഈസ് പ്ലേസ്ഡ് സെൻട്രലി ഓവർ എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 50 mm ആൻഡ് ഹൈറ്റ് 80 mm വിത്ത് ഫ്ലാറ്റ് സർഫസ് ഫേസിംഗ് അപ്വാർഡ്. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷൻ. ഐസോമെട്രിക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 7th ക്വസ്റ്റ്യനിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരുന്നത്. ബട്ട് ഇവിടെ അത് ഐസോമെട്രിക് വ്യൂ ആണ്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 7 ഒരു സിംഗിൾ സോളിഡ് ആയിരുന്നു. ഇവിടെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ 2 സോളിഡ് ഉണ്ട്. അപ്പോൾ സോളിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം സിലിണ്ടർ ആണ് ഒരു സോളിഡ്, അടുത്ത സോളിഡ് ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഹെമിസ്ഫിയർ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത് നോക്കണം. ഇത് കോൺസെൻട്രിക് ആയിരിക്കും, രണ്ടിൻ്റെയും സെൻറ്റർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഏതാണ് ബോട്ടം ഏതാണ് ടോപ്പ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും. ഹെമിസ്ഫിയർ പ്ലേസ്ഡ് സെൻട്രലി ഓവർ എ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ മുകളിലാണ് ഹെമിസ്ഫിയർ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലിണ്ടറാണ് താഴത്തെ ഒബ്ജക്റ്റും ഹെമിസ്ഫിയർ ആണ് മുകളിലത്തെ ഒബ്ജക്റ്റും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഹെമിസ്ഫിയർ തന്നെ എങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഹെമിസ്ഫിയർ ഫ്ലാറ്റ് സർഫസ് അപ്വാർഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ഡൗൺവേർഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് സിലിണ്ടറിൻ്റെ ടോപ്പ് സർഫസ് ടച്ച് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ക്ലിയർ ആയി പറഞ്ഞു, വിത്ത് ഇറ്റ്സ് ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വാർഡ്. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫ്ലാറ്റ് സർഫസ് അപ്വേർഡ് ആയിട്ട്. ഓക്കെ, ഇനി സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹെമിസ്ഫിയറിനൊക്കെ നമ്മൾ ചെയ്തതാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കുക. സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ നമുക്കറിയാം. സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓർ ഐസോമെട്രിക് വ്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഐസോമെട്രിക് വ്യൂ ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഉള്ളിൽ 2 എലിപ്സ് ആയിരിക്കും. ആ എലിപ്സ് 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാം. ഇനി ഹെമിസ്ഫിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനും നമുക്കറിയാം, അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ അറിയാം. അത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ടോപ്പിൽ സർക്കുലർ സർഫസ് എലിപ്സും മറ്റേത് സെമി സർക്കിളുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇവിടെ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ കാണാൻ പറ്റും. ഈ സിലിണ്ടറിനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബോക്സിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയിരിക്കുന്നു. അതിലേക്ക് 2 എലിപ്സ് 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നതോടെ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറ്റും. ഹെമിസ്ഫിയറിൻ്റെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹെമിസ്ഫിയറിൻ്റെ ടോപ്പ് സർഫസിൻ്റെ സർക്കിൾ എലിപ്സായി വരയ്ക്കുക. ഇനി ഇത് സെൻറ്ററായിട്ട് ഈ റേഡിയസിൽ സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ കിട്ടും. ഇതിനെ എടുത്ത് ഇതിൻ്റെ ടോപ്പിൽ കൊണ്ടുവെക്കുക. അത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ഫസ്റ്റ് ഗിവൺ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂവിൽ ഹെമിസ്ഫിയറും സർക്കിളായി കാണും, അതേപോലെ സിലിണ്ടറും സർക്കിളായി കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ 70 mm ഡയമീറ്ററാണ് ഹെമിസ്ഫിയറിൻ്റെ വരുന്നത്, 50 mm ഡയമീറ്ററാണ് സിലിണ്ടറിൻ്റെ വരുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ കാരണം മുകളിൽ 70 mm ഹെമിസ്ഫിയറാണ് കാണുക. 70 mm ഡയമീറ്ററിൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഹെമിസ്ഫിയറിൻ്റെ ടോപ്പ് വ്യൂ. സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ 50 mm ഡയമീറ്ററിൽ സർക്കിൾ വരയ്ക്കുക. അത് ഡാഷ് സർക്കിൾ യൂസ് വരയ്ക്കുക. ഡയമീറ്റർ 50 ആണ്, റേഡിയസ് 25 mm. ഇനി സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ ആണ്, അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യാം. ഹൈറ്റ് 80 mm ആണ്. സൈസ് വളരെ കൂടുതലാണ്. സ്പേസ് കിട്ടുന്നില്ല, സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. നെക്സ്റ്റ് ഫ്രണ്ട് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ. സെമി സർക്കിൾ കിട്ടും. 70 ആണ് അതിൻ്റെ ഡയമീറ്റർ, അതുകൊണ്ട് 35 mm എബോ ആയിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇതിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. 35 mm റേഡിയസിൽ സെമി സർക്കിൾ വരയ്ക്കുക. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദിസ് കോമ്പിനേഷൻ.
നെക്സ്റ്റ് ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഹെമിസ്ഫിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. ഈ സർക്കിളാണ് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ. അതിനൊരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ആ ബോക്സിൻ്റെ റോംബസ് വരയ്ക്കുന്നു. ഇവിടെ പോയിൻ്റ് 2 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ സിലിണ്ടറിൻ്റെ ബോക്സിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നു. 2-1 ആൻഡ് 1-4 ഹൊറിസോണ്ടൽ ലൈനാണ്. 30 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നു. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഈ 1-2 ലെങ്ത് തന്നെ എടുക്കാൻ പറ്റും. അതിവിടെ കട്ട് ചെയ്യുന്നു. സെയിം ആയിരിക്കും, കാരണം 1-2യുടെയും 1-4ൻ്റെയും ലെങ്ത് സെയിം ആണ്. 3 കാണാൻ വേണ്ടിയിട്ട് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ ബോക്സ് കൺസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഹൈറ്റ് 80 mm ആണ്. അപ്പോൾ 80 mm വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. സെയിം ലൈൻ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ടോപ്പ് റോംബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ 2 റോംബസിലും എലിപ്സ് വരയ്ക്കണം. അത് 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുക. ഇതിൻ്റെ മിഡ് പോയിൻ്റ് കാണുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. ഇതായിരിക്കും ഫസ്റ്റ് സെൻറ്റർ. മിഡ് പോയിൻ്റ് കാണുക, ഓപ്പോസിറ്റ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുക. ഇത് അടുത്ത സെൻറ്റർ. ഇനി ഫസ്റ്റ് സെൻറ്റർ റേഡിയസിൽ ഡാഷ് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. കാരണം ഈ ഭാഗം ബിഹൈൻഡ് ആണ്, അതുകൊണ്ട് വിസിബിൾ ആകില്ല. അടുത്തത് 2 സെൻറ്റർ. ഇവിടെ ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് എലിപ്സ് കഴിഞ്ഞു. അതേപോലെ 4 സെൻറ്റർ മെത്തേഡ് ഇവിടെയും കാണുക. ഇവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മുകളിൽ ഹെമിസ്ഫിയർ വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര പോർഷൻ വിസിബിൾ ആവും ഇൻവിസിബിൾ ആവും എന്നുള്ള കാര്യം
നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ എലിപ്സ് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല. ഹെമിസ്ഫിയർ വരച്ചതിന് ശേഷമാണ് വരയ്ക്കുന്നത്. ഹെമിസ്ഫിയറിന് ഒരു ബോക്സിലേക്ക് കൊണ്ടുവെക്കുന്നു. ആ ബോക്സ് വരയ്ക്കുക. ഈ PQRS എന്നുള്ള റോംബസ് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് ആ ഹൈറ്റിൽ, അതായത് ഈ ഹൈറ്റ് 35 ഹൈറ്റിൽ ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുക. ആ ബോക്സിൻ്റെ ടോപ്പ് സർഫസിൽ ഹെമിസ്ഫിയറിൻ്റെ സർക്കുലർ സർഫസ് എലിപ്സായി മാറും. അതിനുശേഷം ബാക്കി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് 50 റോംബസ് ആണ്. ഇനി അതിലേക്ക് 70 മീൻസ് ഈ ഡിസ്റ്റൻസ്, അതായത് 10 mm എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, നമുക്ക് ഈ റോംബസ് കിട്ടും. അപ്പോൾ അതിനിവിടെ ഈ ലൈനിന് 10 mm എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെയും ഈ എൻഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ റോംബസ് കിട്ടും. ഇനി ഇതിൻ്റെ ഹൈറ്റ് 35 ആണ്. 35 mm വേർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഓരോ പോയിൻറ്റ്സിനും തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 35, എന്നിട്ട് ഈ ടോപ്പ് റോംബസ് വരയ്ക്കുക. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 35 വരെ ഞാൻ 45 ആണ് എടുത്തത്. അതല്ല, ഇവിടെ 35 ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യാം. ഈ റോംബസിൽ 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുക. ഇതിൻ്റെ മിഡ് പോയിന്റ് കാണാം. അപ്പോൾ സെൻറ്റേഴ്സ് കിട്ടി. 1, 2, 3 and 4. 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കാം. എലിപ്സ് തിക്ക് കർവ് യൂസ് ചെയ്യുന്ന വരയ്ക്കാം, കാരണം അത് വിസിബിൾ ആയിട്ടുള്ള ലൈനാണ്. ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 35 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ റോംബസ് ഇതായിരിക്കും. ഇപ്പോൾ റോംബസ് ഇതല്ല, ഇത് റോംബസിൻ്റെ പാർട്ടല്ല, ഇതാണ് റോംബസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാറ്റി വരയ്ക്കേണ്ടി വരും. 35 ഇവിടത്തേക്ക് ജോയിൻ ചെയ്യണം. അത് ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ സംഭവിച്ച മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് സെൻറ്റർ. ഇതായിരിക്കും 35 പകരം ഞാൻ 25 എടുത്തു. ഇവിടെ 35 പകരം 45 എടുത്തു. ആ ഒരു മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത്. പെൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നത് എനിക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇത് സെൻറ്ററായിട്ട് ഈ റേഡിയസിൽ ഇവിടെ എലിപ്സിൻ്റെ ഫസ്റ്റ് ആർക്ക് വരയ്ക്കുന്നു. ഇത് സെൻറ്ററായിട്ട് ഇവിടെ വരയ്ക്കുന്നു. അടുത്തത് ഇത് സെൻറ്ററായിട്ട്
ഈ റേഡിയസിൽ വരയ്ക്കുന്നു. ഇത് സെൻറ്ററായിട്ട് ഇതാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. ഇത് സെൻറ്ററായിട്ട് ഈ എൻഡിൽ 1.22 R എടുത്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 1.22 R ഓൾറെഡി ഇവിടെ വന്നിരിക്കും. ഓക്കെ, ഇത് സെൻറ്ററായിട്ട് ഈ ഒരു എൻഡ് പോയിൻ്റ് ഹെമിസ്ഫിയർ കംപ്ലീറ്റ് ആയി. ഇനി ഇതല്ലാതെ വേറെ രീതിയിലും കൂടെ ചെയ്യാം. ഈ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ഈ പോയിന്റ് ടു ഈ പോയിന്റ് ഡിസ്റ്റൻസ് 35 ആണ്. കാരണം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 35 ആണ്. എന്നിട്ട് ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ ലൈന് കൺസിഡർ ചെയ്യുക. അതേപോലെ ഇതിന് പാരലായി കൺസിഡർ ചെയ്തിട്ട് ഈ രണ്ട് ഡയഗണലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ റോംബസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ബോക്സ് ഉണ്ടാവില്ല, ഈ ടോപ്പിലത്തെ റോംബസ് മാത്രമായിട്ട് കിട്ടും. ഈ ബോക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കംപ്ലീറ്റ് ഇതിനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇനി ഇത് റിവേഴ്സ് ആയിട്ടും ചെയ്യാം. ആദ്യം ഈ ബോക്സ് വരച്ച് ഹെമിസ്ഫിയർ വരച്ചതിന് ശേഷം താഴോട്ടേക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴത്തെ റോംബസിൽ ഈ സിലിണ്ടറിൻ്റെ റോംബസ് ഇവിടെ 10 മൈനസ് ചെയ്താൽ മതി. 10 മൈനസ് ചെയ്തിട്ട് ഈ സിലിണ്ടറിൻ്റെ റോംബസ് കൊണ്ടുവന്നിട്ട് അങ്ങനെയും വരയ്ക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഏതൊക്കെ പോർഷൻ വിസിബിൾ ഇൻവിസിബിൾ ആണെന്ന് നമുക്ക് ഇവിടെ ഇപ്പോൾ മനസ്സിലായി. ഇനി ഫോർ സെൻറ്റർ മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ വിസിബിൾ ആയിരിക്കും. അത് തിക്ക് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ബാക്കി ഡാഷ്ഡ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ അതേപോലെ ഡാഷ്ഡ് ആയിട്ട് വരയ്ക്കുക. ഇനി ഇത് സെൻറ്റർ, ഈ റേഡിയസിൽ തിക്ക് കർവ് വരയ്ക്കുക. ഇത് സെൻറ്റർ, ഈ റേഡിയസിൽ കംപ്ലീറ്റ്ലി ഇതിൻ്റെ ബിഹൈൻഡ് ആയതുകൊണ്ട് ഡാഷ്ഡ് ആയിട്ട് വരയ്ക്കുക. എൻഡ് ജനറേറ്റേഴ്സ് വരയ്ക്കുക. $550 ഡയമീറ്റർ ഈക്വൽ ടു 50 സിലിണ്ടറിൻ്റെത്. $570 സ്പേസിലേക്ക് സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഡയമെൻഷനൊക്കെ നേരെ ഹാഫ് ആയിട്ട് എടുത്ത് 1:2 സ്കെയിലിൽ വരച്ചാലും മതി. ആൻസർ കീയിൽ നിന്ന് കാണാൻ പറ്റും. ഡ്രോയിങ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ 6 മാർക്സ്. ഈവൺ ഇഫ് നോട്ട് ഡ്രോൺ ഗിവ് ഫുൾ മാർക്സ് ഈ ഫൈനൽ ആൻസർ ഈസ് കറക്റ്റ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം നിർബന്ധമില്ല, അല്ലാതെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും വരച്ചത് ശരിയാണെങ്കിൽ. ഇവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇത് പ്രിസോ പിരമിഡൊന്നും അല്ലാത്തതുകൊണ്ട് ബോക്സ് വരച്ച് അഡ്ജസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡയമെൻഷൻ മാത്രം കിട്ടിയാൽ മതി. ആ ഡയമെൻഷൻ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അല്ലാതെയും വരയ്ക്കാം. ഇത് വരയ്ക്കാതെ തന്നെ ഇത് വരയ്ക്കാം. ബട്ട് ഇത് വരച്ച് കഴിഞ്ഞാൽ 6 മാർക്ക് ഉണ്ടാവും. ഇത് തെറ്റിയാലും ഈ 6 മാർക്ക് കൗണ്ട് ചെയ്യും. ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ, അതായത് ഹെമിസ്ഫിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ, ഇത് വരയ്ക്കുന്നതിന് 6 മാർക്സ്. ഐസോമെട്രിക് വ്യൂ ഓഫ് സിലിണ്ടറിക്കൽ ഷാങ്ക്, ഇത് വരയ്ക്കുന്നതിന് 6 മാർക്ക്. ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ് 2 മാർക്ക്. ഇനി ഇത് മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് 9 മാർക്ക് കിട്ടും. ഇതിന് 9 മാർക്ക് കിട്ടും. 9 + 9 18 +